എൻ ജീവനിൽ രചന മഞ്ചാടി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. യുവിയുടെ കോൾ വെച്ചതും മറുവശത്തു നിന്നുള്ള മറുപടിയിൽ ആരതി വിജയെ പോലെ ചിരിച്ചു. ഇപ്പൊ എന്തായി വിക്കു, ഞാൻ പറഞ്ഞില്ലേ അവൾ ആ ഗൗരി ഞാൻ പറഞ്ഞ ദിവസം തന്നെ ശ്രീനിലത്തിൽ നിന്ന് പടിയിറങ്ങുന്നു. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. നാളെ തന്നെ നമുക്ക് കാർത്തികിനോട് വിളിച്ചു വരുത്തണം. അവൻ കൂടി വന്നാലല്ലേ ഈ കളി പൂർണ്ണാവൂ. ആരതി പറഞ്ഞുകൊണ്ട് വിവേകിനെ നോക്കി. ഹോ, എന്നാലും ആരും നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനൊരു ബോംബാണ് നിന്റെ കയ്യിലിരിക്കുന്നതെന്ന് ഈ നിമിഷം നീ പറയുന്നവരെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാലും നിന്റെ ബുദ്ധി സമ്മതിച്ചു തന്നിരിക്കുന്നു. വിവേക് ആരതിയിൽ നിന്ന് ഇതുവരെയുള്ള കാര്യങ്ങൾ കേട്ട് അതിശയത്തോടെ പറഞ്ഞു. ഇത് ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നതാണ് വിക്കു. ഇതിൽ വിജയിക്കാൻ ആരെ കൊല്ലാനും ഈ ആരതി മടിക്കില്ല. പകയോടെ അവൾ പറഞ്ഞു. അതെനിക്ക് അറിഞ്ഞൂടെ. ഇനി നെക്സ്റ്റ് എന്താ നിന്റെ പ്ലാൻ? കാർത്തികിനെ വിളിക്കണ്ടേ? യെസ്, വേണം. അവനും കൂടി ഇവിടെ വന്നതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ കൂടി നിന്നോട് പറയാം, ഓക്കെ? വിവേക് പറഞ്ഞു. ആരതി തന്റെ ഫോണിൽ നിന്ന് കാർത്തിയെ വിളിച്ചു. ആരതി പറഞ്ഞ ദിവസങ്ങളിലേക്കായി കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഓരോ മണിക്കൂറുകളും യുവിയുടെ ഉള്ള നീറിപ്പുകയായിരുന്നു. എന്നാൽ അതേ നിമിഷം തന്റെ ഉള്ളിൽ നടക്കുന്ന വിസ്ഫോടനങ്ങൾ ആരെയും അറിയിക്കാതിരിക്കാൻ ഗൗരി ശ്രദ്ധിച്ചു പോന്നു. അജുവി യദുവും തിങ്കളാഴ്ച വരെ നല്ല തിരക്കിലായിരിക്കും നേരത്തെ പറഞ്ഞ് ഇരുവർക്കൊരു കണക്കിന് ആശ്വാസമായിരുന്നു. പരസ്പരം 4 പേർക്കൊന്ന് കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞിരുന്നില്ല. ഒരു നേരാവുമായിരുന്നു ഓഫീസിൽ നിന്ന് അവർ വരുമ്പോൾ. എങ്കിലും യുവിയുടെയും ഗൗരിയുടെയും മുഖഭാവത്തിൽ നിന്ന് എന്തൊക്കെയോ അസ്വാഭാവികത രണ്ടുപേർക്കും അനുഭവപ്പെട്ടിരുന്നു. ഈ തിരക്കുകൾ ഒഴിഞ്ഞു കഴിയുന്നവര് അജു യദുവും കാത്തിരിക്കുകയാണ് അവരോട് ചോദിക്കാനായി. ആരതി വിളിച്ച പ്രകാരം പിറ്റേന്ന് തന്നെ കാർത്തി അവരുടെ അടുത്തേക്ക് എത്തി. ആരതിയിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ അവനെ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചു. ഗൗരിയോടുള്ള ദേഷ്യവും യദുവിനോടുള്ള പകയും ഒരുപോലെ അവന്റെ മുഖത്ത് മിന്നിമാഞ്ഞു. നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഗൗരി ശ്രീനിലത്തിൽ നിന്ന് വെളിയിലാണ്. അവൾ ശ്രീനിലത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന നിമിഷം നീ അവളെ ഞാൻ പറഞ്ഞെടുത്ത് കൊണ്ടുവന്നിരിക്കണം. നിന്റെ കൂടെ എല്ലാ സഹായത്തിനും ഇവരുണ്ടാവും. അവരുടെ ഇരുവശത്തായി ഗുണ്ടകളെ തോന്നിപ്പിക്കുന്ന 5 പേരെ ചൂണ്ടി ആരതി പറഞ്ഞതും കാർത്തി അവരെ നോക്കി ആരതിയെ തലയാട്ടി കാണിച്ചു. ഓക്കെ, ആ ബിൽഡിങ്ങിന്റെ 2ാം നിലയിൽ ഞാനും വിക്കും ഉണ്ടാവും. വണ്ടിയും മറ്റും ഇവരെ ഏർപ്പാട് ചെയ്തോളൂ. നീയൊന്ന് മുന്നിൽ നിന്നു കൊടുത്താൽ മാത്രം മതി. അത് ഞാൻ നോക്കിക്കോളാം ആരതി. ഇപ്പം മുതൽ എൻ്റെ കണ്ണുകൾ ആ വീടിന് ചുറ്റുമായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ അച്ഛനെ കൂടി വിളിക്കും. അവൾ ആ ഗൗരി ഇല്ലാതാവുന്ന എൻ്റെ അച്ഛനും കൂടി കാണണം. അതിന് നിങ്ങൾ സമ്മതിക്കണം. കാർത്തി പറഞ്ഞതും ആരതിയും വിവേകും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് സമ്മതം അറിയിച്ച് കാർത്തികിന്റെ കയ്യിൽ കൈ ചേർത്തു. ഇന്നാണ് ഗൗരിക്ക് ശ്രീനിലയത്തിന്റെ പടിയിറങ്ങേണ്ട ദിവസം. അജു യദു എന്നത്തെയും പോലെ ഓഫീസിലേക്ക് ഇറങ്ങി. രണ്ടുപേർക്കൊന്ന് ക്ലാസ്സിലായി നേരത്തെ യദുവിനെയും പറഞ്ഞു ബോധിപ്പിച്ചിരുന്നു. ശങ്കറും സതീഷും കൂടി പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും പോകുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു ഗൗരിയും യുവിയും. മുത്തശ്ശിയെ കണ്ട് മാളവിക ഹോസ്പിറ്റലിലേക്ക് കൂടി പോയതും ഗൗരി റെഡിയാവാൻ തന്റെ റൂമിലേക്ക് കയറി. അവളുടെ പിന്നാലെ തന്നെ വെപ്രാളത്തോടെ യുവി ഓടിക്കയറി. എടുത്തി, ഇത് വേണം. എനിക്കെന്താ ആപത്ത് വരാൻ പോകുന്ന പോലെ മനസ്സ് പറയുക. എടുത്തി പുറത്തേക്ക് വിടാൻ മനസ്സ് അനുവദിക്കുന്നില്ല. വേണം യുവി, ഇനിയൊരു ദിവസം കൂടിയല്ലേ അവൾ നമുക്ക് തന്നിട്ടുള്ളൂ. ഇവിടുന്ന് ഞാൻ ഇറങ്ങാതെ മറ്റൊരു മാർഗ്ഗം ഇപ്പം നമ്മുടെ മുമ്പിലില്ല. പക്ഷെ ഏടത്തിക്ക് പേടിയൊന്നില്ലേ? ആരതി അവൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഏടത്തിയും കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഈ യുവി ജീവിച്ചിരിക്കില്ല. കരച്ചിലോടെ യുവി പറഞ്ഞപ്പോൾ ഗൗരി അവളെ ചേർത്ത് പിടിച്ചു. എനിക്കൊന്നും വരില്ല യുവി, ഒന്നും സംഭവിക്കില്ല എന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഉള്ളിൽ പേടിയുണ്ട് യുവി, ഇല്ലയെന്നും പറയുന്നില്ല. അത് നമ്മുടെ ഭാവിയോർത്ത് മാത്രം. എനിക്കെന്തെങ്കിലും പറ്റിയാൽ അതെൻ്റെ കുഞ്ഞിനെ ബാധിക്കും. അതിന് ഗൗരി ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല. ഇത്ര വയസ്സിനുള്ളിൽ ഗൗരി ഒരുപാട് പരീക്ഷിച്ചതാണ് ഈശ്വരൻ. ഒരുപാട് വേദന തിന്നേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. പക്ഷേ ഇനി അങ്ങോട്ടങ്ങനെ ഉണ്ടാവില്ലെന്ന് എനിക്കുറപ്പാണ്. ഗൗരി അവളിൽ നിന്ന് വിട്ടുമാറി വാഷ്റൂമിലേക്ക് കയറി. യുവി അപ്പോഴും തളർച്ചയോടെ നിൽക്കുകയായിരുന്നു. അവളുടെ മനസ്സിലേക്ക് ഗൗരി ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്നായി. ആരതി വെറുതെ ഇരിക്കില്ല. ഏടത്തി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നിമിഷം ഏടത്തി എന്തെങ്കിലും ചെയ്യാൻ അവൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഏട്ടൻ്റെ ജീവിതത്തിലേക്കും ശ്രീനിലയത്തിലേക്കും കടക്കാൻ അവൾക്കുള്ള ഏക തടസ്സം ഏടത്തി മാത്രമാണ്. അപ്പോൾ ഏടത്തി ഇല്ലാതാക്കാനായിരിക്കും അവളുടെ ലക്ഷ്യം. ഇല്ല, ആ ആഗ്രഹം ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നടക്കില്ല ആരതി. ഏടത്തി ഒറ്റയ്ക്ക് വിടില്ല ഈ യുവി. ഏടത്തിയുടെ ഒപ്പം ഏടത്തിയെ പിന്തുടർന്ന് ഈ യുവി ഇറങ്ങും, അവൾ മനസ്സിൽ തീർച്ചപ്പെടുത്തി. അപ്പോഴേക്കും ഗൗരി ഇറങ്ങി വന്നു. ഒരു സാധാ ചുരിദാറാണ് അവൾ അണിഞ്ഞിരുന്നത്. വയറ് മറച്ചുകൊണ്ട് ഷോൾ 2 വശത്തായി പിൻ ചെയ്തിരുന്നു. യുവി, ഇറങ്ങട്ടെ? ഏടത്തി പേടിക്കണ്ട, ഏടത്തി പറഞ്ഞ പോലെ ഒന്നും സംഭവിക്കില്ല. ഇപ്പം എനിക്ക് ഉറപ്പുണ്ട്. ഗൗരിയെ പുണർന്നുകൊണ്ട് യുവി പറഞ്ഞപ്പോൾ ഗൗരി സൗമ്യമായി ചിരിച്ചു. പുറമേ എത്രയൊക്കെ ധൈര്യം സംഭരിച്ച് പിടിച്ചിട്ടും തൻ്റെ നെഞ്ചിടിപ്പ് ഉയരുന്നത് അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. ഗൗരി തൻ്റെ വയറിലൊരു കൈവച്ച് മറുകൈയിൽ ഫോൺ എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി. അവൾക്കൊപ്പം യുവിയും. ഗൗരി ശ്രീനിലത്തിൽ നിന്നിറങ്ങി മുന്നോട്ട് അല്പം നടന്നു നിന്നു. പേടിയോടെ കണ്ണുകൾ നിറച്ചു നോക്കുന്ന യുവിയൊന്ന് തിരിഞ്ഞു നോക്കി ഗൗരി ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ താരിയിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു. അവൾ കണ്ണിൽ നിന്ന് മറിഞ്ഞതും യുവി തന്റെ മുറിയിലേക്ക് ഓടി.
അവിടെ മേടിച്ചു വെച്ചിരുന്ന കീപാഡ് ടൈപ്പ് ഫോൺ എടുത്ത് അതിൽ തൻ്റെ ഫോണിൽ നിന്നുള്ള 2 സിമ്മുകളിലൊന്ന് എടുത്തിട്ടു. പിന്നെ കീപാഡ് ഫോൺ താനിട്ടിരുന്ന പാൻറ്റിനുള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് ടച്ച് ഫോൺ കയ്യിലെടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി. ഗൗരിയിൽ നിന്ന് നിശ്ചിത അകലത്തിൽ പുറകിലായി അവൾ നടന്നു. ഇതേ സമയം ഗൗരിയുടെ വരവും കാത്ത് കാർത്തിക് അവൻ്റെ സഹായികളും ശ്രീനിലയം വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഗൗരി അവിടുന്ന് ഇറങ്ങിയെന്ന് കണ്ടതും കാർത്തികിന്റെ മുഖം തെളിഞ്ഞു. അവൻ മറ്റുള്ളവരോട് വണ്ടി മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടു. ഗൗരിക്ക് എവിടേക്ക് പോകണമെന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല. അവൾ മെയിൻ വഴിയിൽ നിന്ന് ഇടവഴിയിലേക്ക് കയറി മുന്നോട്ട് നടന്നു. അവൾക്ക് അല്പം പുറകിലായി ഫോൺ നോക്കുന്ന വ്യാജേന യുവി. കാർത്തിക് ഗൗരി ഇടവഴിയിലേക്ക് കയറിയെന്ന് കണ്ടതും അവളെ തന്റെ കൈപ്പിടിയിലാക്കാൻ വേഗം വണ്ടിയുമായി അവൾക്കടുത്തേക്ക് കുതിച്ചു. യുവി അവൻ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ കടന്ന് അവന്റെ കൂട്ടാളികളുടെ വാൻ ഒരു വശത്തൂടെ നടന്നുകൊണ്ടിരുന്ന ഗൗരിയുടെ മുമ്പിൽ കുറേയേറെ ചെന്ന് നിന്നു. പെട്ടെന്നായതുകൊണ്ട് ഗൗരി ഞെട്ടി 2 അടി പിന്നിലേക്ക് മാറി. അവൾക്ക് മുന്നിലായി വന്നു നിന്ന വാൻ കണ്ട് യുവിക്ക് അപകടം മണത്തു. അവളുടെ കൈകൾ കീപാഡ് ഫോണിലേക്ക് ചലിച്ചു. കാർത്തിക് ഡോറോർന്ന് പുറത്തേക്ക് ഇറങ്ങി. അവനെ അവിടെ കണ്ട നിമിഷം ഗൗരി വിറച്ചു. ഒരു നിമിഷം ആ പഴയ ഗൗരിയെ പോലെ അടിമുടി വിറച്ചുകൊണ്ട് അവനെ നോക്കി. ആ എന്താ ഗൗരി, എന്നെ നീ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ? പേടിച്ചോ നീ? അവളുടെ തൊട്ടുമുമ്പിൽ വന്നിരുന്നുണ്ടാവും പറഞ്ഞതും ഗൗരിക്ക് മറുപടി പറയാനായില്ല. ഇപ്പൊ പേടിച്ചാ എങ്ങനെ ശരിയാവും? ഇനി അങ്ങോട്ട് എന്തോരം പേടിക്കാൻ കിടക്കുക. ഇപ്പൊ നീ എന്റെ കൂടെ വാ വണ്ടി കയറ്. വിജയെ പോലെ സൗമ്യമായി അവൻ പറഞ്ഞുകൊണ്ട് അവിടെ ഇടത്തെ കൈയുടെ മുട്ടിന് മുകളിൽ പിടിച്ചു. അവന്റെ വാക്കിൽ കേട്ട് അവൾ ഞെട്ടി അവനെ നോക്കി. അവന്റെ കൈ തട്ടി മാറ്റി അവൾ ചോദിച്ചു, എങ്ങോട്ട്? ഞാൻ വരില്ല, എനിക്ക് പോണം, വഴി മാറി. ധൈര്യം സംഭരിച്ച് അവൾ പറഞ്ഞതും അത് കേട്ട് കാർത്തിക് പൊട്ടിച്ചിരിച്ചു. ഇതിപ്പോ ഞാൻ അന്ന് കണ്ട പഴയ ഗൗരിയല്ല. ഓ, നിന്റെ ഭർത്താവ് യാദവ് കൂടെ ഉണ്ടാവുന്നതിന്റെ ധൈര്യമാണോടി നിനക്ക്? അതെ, എന്റെ ഭർത്താവുള്ളതിന്റെ ധൈര്യം തന്നെയാ. അല്ലാതെ നിന്നെ പോലെ താലി കിട്ടിയ പെണ്ണിനെ കൂട്ടുകാരന് വീതിച്ചു കൊടുക്കുന്നവനല്ല എന്റെ യദുവേട്ടൻ. അദ്ദേഹം കൂടെയുള്ളതിന്റെ ധൈര്യം എന്നിൽ എന്നും ഉണ്ടാവും. അത് പറയുമ്പോൾ അവളിൽ നിന്ന് കാർത്തികിനുള്ള പേടി മനസ്സിൽ നിന്ന് മാഞ്ഞിരുന്നു. കൊള്ളാം ഗൗരി, കൊള്ളാം. ഈ വീറും വാശിയുള്ള ഗൗരിയെ എനിക്കങ്ങ് ബോധിച്ചു. എന്തായാലും അവൻ നിന്നെ ആ പഴയ ഗൗരിയിൽ നിന്ന് അട്ടിമുടി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അവൻ നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് കരുതണ്ടടി നീ. അതുണ്ടാവും പോകുന്നില്ല. നീ ഇപ്പൊ വാശി പിടിക്കാതെ വരുന്ന നിനക്ക് നല്ലത്. കാർത്തിക് പറഞ്ഞവളെ മുന്നോട്ട് തള്ളി കൂടെയുള്ളവരോട് പറഞ്ഞു, പിടിച്ച് കയറ്റടാവളെ. ഇത് നമുക്കിനി മുന്നോട്ടുള്ള യാത്രയിൽ വേണ്ട. ഗൗരിക്ക് തടയാൻ കഴിയുന്നതിന് മുമ്പേ അവളുടെ കയ്യിലുള്ള ഫോൺ തട്ടിപ്പറിച്ച് അവിടെ കണ്ട കാട് നിറഞ്ഞ പ്രദേശത്തേക്ക് എറിഞ്ഞുകൊണ്ട് കാർത്തിക് പറഞ്ഞു. ഗൗരി ഞെട്ടിലൂടെ അവനെ തുറിച്ചു നോക്കി. തന്നെ ഇരുവശത്തുനിന്നുമായി പിടിച്ചവരുടെ കയ്യിൽ കിടന്ന് കുതിരാനുള്ള ശക്തി അവളിൽ ഉണ്ടായിരുന്നില്ല. ഇത്ര നേരം ഇതെല്ലാം അകലെ നിന്ന് കണ്ടിരുന്ന യുവി ഗൗരിയെ വണ്ടിയിൽ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. കീപാഡ് ഫോൺ തന്റെ ടോപ്പിന്റെ ഉള്ളിലായി മറച്ചുകൊണ്ട് ഗൗരിയെ വിളിച്ച് അവിടേക്ക് ഓടി. ഇരുവരും അവളുടെ ശബ്ദം കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കി. തന്റെ അടുക്കലേക്ക് ഓടി വരുന്ന യുവിയെ കണ്ട് അവളുടെ ഞെട്ടൽ വർദ്ധിച്ചു. ഇവളെ വേഗം പിടിച്ച് കയറ്റടാ. യുവിയെ കണ്ട് കാർത്തിക് വേഗം അലറി, എന്റെ ഏടത്തി വിടറോ. ഗൗരിയെ പിടിച്ചു നിന്നമാരുടെ കയ്യിൽ നിന്ന് അവളെ മോചിപ്പിക്കാൻ നോക്കിക്കൊണ്ട് യുവി അലറി, മോളെ നീ എങ്ങനെ ഇവിടെ? ഗൗരി ഞെട്ടൽ വിട്ടുമാറാതെ ചോദിച്ചു. അപ്പോഴേക്ക് യുവിയെ തട്ടിമാറ്റിക്കൊണ്ട് ഗൗരി അവർ വാനിലേക്ക് തള്ളി. അത് കണ്ട് യുവി പിടഞ്ഞെഴുന്നേറ്റ് വണ്ടിയിൽ കയറാൻ പോയ കാർത്തികിനെ തടഞ്ഞു. എന്റെ ഏടത്തി വിടറ, അല്ല നിന്നെ ഞാൻ വിടില്ല. വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് കാർത്തികിനെ വലിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. കാർത്തിക് ദേഷ്യത്തോടെ യുവിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു. എടി മോളെ, നിനക്ക് ജീവൻ വേണമെങ്കിൽ പോവാൻ നോക്കടി. വെറുതെ ഈ കൊച്ചു ശരീരം കേടാക്കാൻ നോക്കല്ലേ. കാർത്തിക് പറഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് തള്ളിയിട്ടു. അവൾ വീഴുന്ന കണ്ട് ഗൗരി തന്റെ ഇരുവശത്തിരിക്കുന്നവരുടെ പിടിയിൽ നിന്ന് കുതിരയിറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇല്ലടാ, എന്റെ ഏടത്തി ഇറക്കാൻ നിന്നെ ഞാൻ വിടില്ല. വീണതിന്റെ വേദന പോലും കാര്യമാക്കാതെ യുവി കാർത്തിയുടെ 2 കാലിലും അള്ളിപ്പിടിച്ചു. കാർത്തിക് ദേഷ്യത്തിൽ പല്ല് കടിച്ച് അവളിൽ നിന്ന് കാലുകൂടെയാൻ നോക്കി. യുവി പിടിവിടുന്നില്ലെന്ന് കണ്ടതും അവൻ കൂട്ടാളികളോട് പറഞ്ഞു, ഈ പൊന്ന മോള് കൂടി പിടിച്ചിട്ടാ ചാവാൻ അവൾ കൊതിയാണെങ്കിൽ അങ്ങ് സാധിച്ചു കൊടുത്തേക്കാം. അവന്റെ വാക്കുകൾ കേട്ടതും അവർ ഗൗരിയുടെ അടുത്തേക്കായി അവളെ തള്ളിയിട്ടു. മോളെ യുവി, നീ എന്തിന്? നിസ്സായതയോടെ ഗൗരി ചോദിച്ചു. യുവി നിറഞ്ഞ കണ്ണോട് അവളെ വിളിച്ചുകൊണ്ട് ഗൗരിയുടെ മുഖം തന്നെ നെഞ്ചിലേക്ക് അമർത്തി അതേ നിമിഷം തന്നെ ഗൗരി ഞെട്ടിലൂടെ യുവയെ മുഖമുയർത്തി നോക്കി. പിന്നെ പേടിയോടെ കാർത്തികിനെയും തങ്ങളുടെ ഇരുവശത്തായിരിക്കുന്ന ഗുണ്ടകളെയും. കാർത്തി ഒരു വിജയെപ്പോലെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ഗൗരിയുടെ നേരെ പുച്ഛത്തോടെ മുഖം തിരിച്ചുകൊണ്ട് അവൻ ആരതിയുടെ ഫോണിലേക്ക് കോൾ ചെയ്ത് കാതോട് അടുപ്പിച്ചു. വണ്ടി മുന്നോട്ട് നീങ്ങി. പേടിയോടെ ഗൗരിയുടെ കണ്ണുകൾ യുവിയിലേക്കും അവളുടെ വസ്ത്രത്തിനുള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന ഫോണിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ആ ഫോണിൽ നിന്ന് കേട്ട ശബ്ദം ഗൗരിയിൽ ആശ്വാസവും ധൈര്യവും നൽകുന്നതിനൊപ്പം പിടിക്കപ്പെട്ടാലുള്ള കാര്യമോർത്ത് പേടിയിലാഴ്ത്തി. ഗൗരിയുടെ ഉള്ളറിഞ്ഞതുപോലെ യുവി ഗൗരിയുടെ കയ്യിൽ അമർത്തി പിടിച്ച് കണ്ണു ചിമ്മി കാണിച്ചു. യുവിയിൽ ഒരു തരിയോളം പേടി അവശേഷിച്ചിരുന്നില്ല. അവൾക്ക് തന്റെ ഏട്ടനും അജു വന്ന് രക്ഷിക്കുമെന്നതിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു.
ഗൗരിക്കും യുവിക്കും വഴികളൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. വാനിന്റെ ചില്ലുകളെല്ലാം അവർ മറച്ചിരുന്നു. അരമണിക്കൂറിനുള്ളിൽ വണ്ടി എവിടെയോ നിന്നു എന്ന് കണ്ടതും ഗൗരി യുവിയും പരസ്പരം നോക്കി. പണി പൂർത്തിയാക്കാത്തൊരു 4 നില കെട്ടിടത്തിന് മുമ്പിലായിരുന്നു വണ്ടി വന്ന് നിന്നത്. നിമിഷങ്ങൾക്കകം ഇരുവശത്തുനിന്നും ഗുണ്ടകൾ യുവിയെയും ഗൗരിയെയും പിടിച്ചിറക്കി അവരകത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. 2ാം നിലയിലെ ഒരു മുറിയിൽ 2 ചെയറുകളിലായി അവരെ കെട്ടിയിട്ടു. കാർത്തി അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് രണ്ടുപേരെയും നോക്കി. നിന്നെ ഞങ്ങൾ കൊണ്ടുവരണമെന്ന് കരുതിയതല്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് യാദവിന്റെ ഭാര്യയുടെ കൂടെ നീയും അനുഭവിക്കുക തന്നെ. കാർത്തി പറഞ്ഞു ഗൗരിയുടെ നേരെ തിരിഞ്ഞു. എന്താ ഗൗരി, നീ ക്ഷീണിച്ചോ? പേടി തോന്നുന്നുണ്ടോടി നിനക്ക്? ഇപ്പൊ പേടിക്കേണ്ട ഗൗരി. നിന്നെ ഈ ലോകത്തുനിന്ന് ഇല്ലാതാക്കാൻ എന്നെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾ വന്നിട്ടുണ്ട്. അവൾ നിന്നെ ഇല്ലാതാക്കാൻ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ സങ്കടമുണ്ട് ഗൗരി. നീ എൻ്റെ കൂട്ടുകാരോടൊന്ന് സഹകരിച്ചിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു. അവൻ അവസാനം പറഞ്ഞ വാക്കുകൾ ഗൗരിയിൽ അറപ്പും യുവിൽ ദേഷ്യവും തീർത്തു. ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ലടാ ചെറ്റെ. എൻ്റെ ഏടത്തിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല. ഞാനും എൻ്റെ ഏടത്തി രക്ഷപ്പെടുന്നതിനെ ചെയ്യും. നീ നിന്നെ കൂട്ടുപിടിച്ച് ഈ അഭ്യാസങ്ങളൊക്കെ കാട്ടുന്ന അവളായിരിക്കും ഇന്ന് അവസാനിക്കാൻ പോകുന്നു. അതും എൻ്റെ ഏട്ടൻ്റെ കൈകൊണ്ട്. യുവി വീറോടെ പറഞ്ഞു. കാർത്തിയോടെ മുമ്പിലേക്ക് ചിരിയോടെ നടന്നു വന്നു. അവന്റെ നീക്കം മനസ്സിലാവാതെ പരസ്പരം നോക്കി. യുവിയുടെയും ഗൗരിയുടെയും മുമ്പിലായി വന്നു നിന്ന് ഒരു ചിരിയോടെ അവൻ പറഞ്ഞു. നിന്റെ ഏട്ടത്തിക്ക് ഒരു പോറൽ പോലും സംഭവിക്കില്ല അല്ലേ? ചിരിയോടെയാണ് തുടങ്ങിയതെങ്കിലും അവസാനം എത്തിയപ്പോൾ അവന്റെ മുഖത്തെ ചിരി മാഞ്ഞു. യുവിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ കാർത്തിക് ഗൗരിയുടെ ഇടത്തേക്ക് അവളിൽ ആഞ്ഞടിച്ചു. നിലവിളിയോടെ ഗൗരിയുടെ മുഖം ഒരു വശത്തേക്ക് ചിരിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. കവിൾ പറഞ്ഞു പോകുന്ന പോലെ തോന്നി. എടുത്തി യുവി വേദനയോടെ വിളിച്ചു. കണ്ട കണ്ട, അവൾക്കും നിനക്ക് ഒരുപോലെ വേദനിച്ച്. അതിനിയും വേണ്ടെങ്കിൽ ചലക്കാതിരുന്നോളണം. മനസ്സിലായോ? യുവിയുടെ മുഖത്ത് നോക്കി തറപ്പിച്ചു പറഞ്ഞു. അവൻ ഗൗരിയുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. ഇത് വേറൊരു തുടക്കം മാത്ര. നീ ഇനിയും വേദനിക്കും ഗൗരി. വേദനിപ്പിക്കും ഞാൻ. നിന്റെ ഭർത്താവ് അവൻ എന്താ കരുതിയത്? എന്റെ ദിയെ വണ്ടിയിടിച്ച് ഇല്ലാതാക്കാൻ നോക്കിയാൽ ഞാൻ അറിയില്ലെന്നോ? കാർത്തി അലറി. ഗൗരിയിലൊരു ഞെട്ടൽ പ്രകടമായി. അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി. എന്താടി, അവൻ പറഞ്ഞില്ല നിന്നോട്? അതോ നീ അഭിനയിക്കുന്നതാണോ? എന്തായാലും അവൻ എന്റെ ദിയെ കിടത്തിയതുപോലെ നിന്നെ ഞാൻ കിടത്തിക്കും. പക്ഷേ അവളെപ്പോലെ ജീവനോടായിരിക്കില്ലെന്ന് മാത്രം. അവളിൽ നിന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഈ ഒരു നിമിഷത്തിന് ഞാൻ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. നീ ഇല്ലാതായതറിഞ്ഞ അവൻ വരും. ആ നിമിഷം അവൻ അറിയിച്ചു കൊടുക്കുന്നുണ്ട് ഈ കാർത്തിക് മഹാദേവൻ ആരാണെന്നോ. അവളുടെ കവിളിൽ വെച്ചുകൊണ്ട് അവൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് കടക്കാൻ തുനിഞ്ഞു. അതേ നിമിഷം വാതിൽ തുറന്ന് വിവേകും അവന് പിന്നാലെ ആരതിയും കയറി വന്നു. ആഹാ, നീ ഉണ്ടായിരുന്നു യുവി. അതെന്തായാലും നന്നായി അല്ലേ വിക്കു? നീ നേടണമെന്ന് ആഗ്രഹിച്ച മുതൽ നിന്റെ അടുത്ത് തന്നെ എത്തിയല്ലോ. ആരതി അകത്തേക്ക് കടന്നോടി ചിരിയോടെ പറഞ്ഞു. ആ സമയം യുവിയെ കണ്ട് കൊതിയോടെ നോക്കി നിൽക്കുകയായിരുന്നു വിവേക്. യുവിക്ക് അവനെ നോട്ടം കണ്ട് ദേഷ്യം വന്നു. ഇവളെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ആരു. ഞാൻ നേടണമെന്ന് ആഗ്രഹിച്ചിരുന്ന പെണ്ണാ ഇവള്. പക്ഷെ ഇവൾക്ക് ഇഷ്ടം അവനെ ആനാദിച്ചിക്കനല്ലേ. എന്തായാലും ഇനി അതിനെ വിട്ടുകളയില്ലടി. അവളുടെ അടുത്ത് വന്ന് യുവിയുടെ കീഴ്ചുണ്ടിനെ തന്റെ വിരലുകൾ കൊണ്ട് ഞെരിച്ചാവും പറഞ്ഞതും യുവി തന്റെ തല കുതിറിച്ചു. പേട്ടക്കാതെ യുവി, നിന്റെ ഈ പെടയിൽ കാണുമ്പോ എനിക്ക് എന്നെ തന്നെ പിടിച്ചിർത്താൻ കഴിയുന്നില്ല, വിവേക് പറഞ്ഞു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അവൾ ഈ കാഴ്ച കണ്ട് ചിരിയോടെ നിൽക്കുന്ന ആരതിയെയും കാർത്തികിനെയും നോക്കി. പെട്ടെന്ന് ആരതി വിവേകിനെ തോളിൽ പിടിച്ച് പറഞ്ഞു. ധൃതി കൂട്ടാതെ വിക്കൂ. അതിന് നിനക്ക് ഞാൻ പ്രത്യേക സമയം തരാം. അതിനു മുമ്പ് ഇവളുടെ കാര്യം നമുക്ക് ഒതുക്കണ്ടേ? ഗൗരിയെ നോക്കി ആരതി പറഞ്ഞു. വിവേക് ആരതിയുടെ പിന്നിലേക്ക് നിന്നു. ആരതി പുച്ഛത്തോടെ ഗൗരിയുടെ മുമ്പിൽ വന്ന് നിന്നു. അവളുടെ ടോപ്പിന് പുറത്ത് കിടക്കുന്ന താലി തന്റെ കയ്യിലെടുത്തു. അവൾ പറഞ്ഞു. ഇത് നിന്റെ കഴുത്തിൽ വാഴാൻ നിനക്ക് ഭാഗ്യമില്ല ഗൗരി. അതിന് ഭാഗ്യം കിട്ടിയിരിക്കുന്ന ഈ ആരതിക്ക് മാത്രമാണ്. യദുവിൽ ചെറുപ്പം മുതൽ അവകാശം ഉറപ്പിച്ചു വെച്ചതാ ഈ ആരതി. ആ സ്ഥാനത്തേക്കാണ് നീ വന്നത്. അപ്പം നീ തന്നെ പറ, അത് ഈ ആരതിക്ക് സഹിക്കാനാവൂ? പല തവണ പല രീതിയിൽ നിന്നോട് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു ഞാൻ, യദുവിൻ്റെ ജീവിതത്തിൽ നിന്ന് പോവാൻ പറഞ്ഞുകൊണ്ട്. പക്ഷെ നിനക്കത് പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക? എൻ്റെ ലക്ഷ്യത്തിലെത്താൻ ആരെയും ഇല്ലാതാക്കാൻ പോലും ഈ ആരതി മടിക്കില്ല. അതിനായിട്ട് ആരതിയുടെ കൈകൾ വിറക്കുകയില്ല. നിന്റെ മുമ്പിൽ ഈ താലിയും അണിഞ്ഞ് യദുവിൻ്റെ ചോരയെ വയറ്റിൽ ചുമന്ന് വന്ന് നിൽക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ? അത് നിനക്ക് കാണാൻ ഭാഗ്യമില്ലാതെ പോയി. പാവം അല്ലേ വിക്കു? ആരതി പുറകിലേക്ക് തിരിഞ്ഞ് വിവേകിനോടായി പറഞ്ഞു. അവൻ ചിരിയോടെ അവൾ നോക്കി. ആരതിയുടെ വാക്കുകൾ കേട്ട് ഗൗരി സൗമ്യമായി ചിരിച്ചു. എന്നെ ഇല്ലാതാക്കിയ അടുത്ത നിമിഷം നീ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവും ആരതി.
ഈ ജന്മം എന്നല്ല, ഒരു ജന്മത്തിൽ യദുവേട്ടൻ്റെ താലിയോ അദ്ദേഹത്തിൻ്റെ ചോരയിലൊരു കുഞ്ഞോ നിന്റെ വയറ്റിൽ പിറക്കില്ല. അത് നീ എത്ര പറഞ്ഞ് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചാലും നടക്കില്ലെന്ന് എനിക്കറിയാം. അവൾ പറഞ്ഞു നിർത്തിയത് ആരതിയുടെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. അവൾ പാഞ്ഞു വന്ന് ഗൗരിയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് അവളുടെ മുഖത്തിന് നേരെ മുഖടുപ്പിച്ച് പറഞ്ഞു, അത് ഞാൻ നിനക്ക് കാണിച്ചു തരാടി. നിന്നടക്കുന്ന 6 അടി മണ്ണിൽ ഈ ആരതി യദുവിൻ്റെ താലി അണിഞ്ഞു വന്ന് നിൽക്കുക തന്നെ ചെയ്യും. ഒരു ഭ്രാന്തിയെപ്പോലെ ആരതി അലറി. അവളുടെ വാക്കുകൾ കേട്ട് ഗൗരി പുച്ഛത്തോടെ മുഖം കൂട്ടി. അത് ആരതിക്ക് ഗൗരിയോടുള്ള പക വർദ്ധിപ്പിച്ചു. ഗൗരിയുടെ കണ്ണീര് പ്രതീക്ഷിച്ച ആരതിക്ക് അവളുടെ മുഖഭാവം അവളോടുള്ള ദേഷ്യം ആളിക്കത്തിച്ചു. അവൾ കാർത്തികിൻ്റെയും വിവേകിൻ്റെയും നേരെ തിരിഞ്ഞു. ഇവളെ പിടിച്ചോണ്ട് പോ, എനിക്കിവളെ തനിച്ച് വേണം. യുവിയെ കണ്ണു കാണിച്ച് ഗൗരിയെ നോക്കി ആരതി പറഞ്ഞു. യുവി വെപ്രാളത്തോടെ തൻ്റെ അടുത്തേക്ക് വരുന്ന വിവേകിനെയും കാർത്തിയെയും പിന്നെ ഗൗരിയെയും മാറി മാറി നോക്കി. വിവേകും കാർത്തിയും യുവിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് വലിച്ചു. അവൾ വെപ്രാളത്തോടെ പിടഞ്ഞ് ഗൗരിയെ നോക്കി. ആരതിയുടെ മുമ്പിൽ ഗൗരിയെ തനിച്ച് വിടാൻ അവൾ ഭയന്നു. വിട്, എന്നെ വിട്, ഞാൻ വരില്ല. യുവി കിടന്ന് കുതിറി. ഗൗരി ഉയർന്ന നെഞ്ചിരിപ്പോടെയും പേടിയോടെയും യുവിയെ നോക്കി. യുവി മുഴുവൻ ശക്തിയെടുത്ത് അവരുടെ കയ്യിൽ നിന്ന് കുതിറിയതും ഒരു നിമിഷം അവരുടെ പിടിവിട്ടുപോയി. അതേസമയം യുവി പിടിച്ചേൽക്കാൻ കഴിയാത്ത താഴേക്ക് മുഖമടിച്ച് വീണുപോയി. ആ വീഴ്ചയിൽ അവളുടെ വസ്ത്രത്തിൽ നിന്ന് ഫോൺ പുറത്തേക്ക് ചാടി. അത് കണ്ട് ഞെട്ടലോടെ യുവി തന്റെ കണ്ണുകൾ ഇറുകിയടച്ച് കൈമുഷ്ടി ചുരുട്ടി. ഗൗരി പേടിയോടെ ആരതിയെയും വിവേകിനെയും കാർത്തികിനെയും മാറി മാറി നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.